ഈ പദ്ധതിയുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വന്നു, ഇത് എവിടെ നിന്നാണ് ഈ ലിസ്റ്റ്? ദുരന്തബാധിതർക്ക് വേണ്ടിയല്ല, പുറത്തുള്ളവരാണ്. രണ്ടാമതും മുഖ്യമന്ത്രി എംപിമാരുടെ മീറ്റിംഗിൽ സംസാരിച്ചു. അപ്പോ മുഖ്യമന്ത്രിയുടെ സമീപനം ഈ പദ്ധതിയെ ഉടക്കിടുക എന്നുള്ളതാണ്. അതൊരു ഭരണാധികാരിക്ക് ചേർന്ന നടപടിയല്ല, ഒരു ഭരണകൂടത്തിന് ചേർന്ന നടപടിയല്ല. ഈ ജില്ലയിലെ ക്രൂഷ്യൽ ഇഷ്യൂ പാവപ്പെട്ടവന് വീടില്ല എന്നുള്ളതാണ്. ലൈഫ് മിഷൻ പദ്ധതി അടക്കം തകർന്ന് വളരെ മോശമായ രീതിയിലേക്ക് ജനറൽ കാറ്റഗറിക്ക് വീട് കിട്ടാതെ ടാർപോളിംഗ് ഷീറ്റിന് അകത്ത് കിടക്കുന്നതായ ആളുകളുണ്ട്. ഒരു ജനപ്രതിനിധി MLA എന്ന രീതിയിൽ ഓരോ വർഷവും ടാർപോളിംഗ് ഷീറ്റ് വിതരണം ചെയ്യുന്ന ഒരു MLA ആണ് ഞാൻ. സങ്കടമുണ്ട് എനിക്കിതൊക്കെ പറയാൻ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, വീട് കൊടുക്കാൻ, ദുരന്തബാധിതർക്ക് വീട് കൊടുക്കാൻ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു സംഘടന മുന്നോട്ട് വന്നപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം അതിനെ പറങ്കാൽ കൊണ്ട് ചവിട്ടിയതായ നടപടി മനുഷ്യത്വരഹിതമായ നടപടിയാണ്. അത് യഥാർത്ഥത്തിൽ ഈ ദുരന്തബാധിതരോട് സർക്കാർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കൊടിയ വഞ്ചനയാണ്. അത് സർക്കാർ തന്നെ പരിഹരിക്കാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ള സർക്കാരിനോടുള്ള അഭിപ്രായം.